ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്നാ പിന്നെ നമുക്ക് വേറൊരു കാര്യം കൂടി തീരുമാനിക്കാം. ഉടൻ തന്നെ ഒരു മുഹൂർത്തം നിശ്ചയിച്ച് ഇവിടെ വെച്ച് തന്നെ കുഞ്ഞിന്റെ നൂലുകെട്ട് നടത്തുന്നു. അത് കഴിഞ്ഞ് അന്ന് തന്നെ പെരുവണ്ണാപുരത്ത് അപ്പന്റെ മുൻപിൽ സച്ചി അർച്ചനയുടെ കഴുത്തിൽ ആ താലി അങ്ങ് കെട്ടിക്കൊടുക്കും. എന്താ, സമ്മതിച്ചോ? അല്ല, ഇന്നൊരു വിശേഷം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇതുവരെ ചെയ്തിട്ടൊന്നും പറഞ്ഞില്ലല്ലോ. പറയാം, നല്ല വിശേഷ. ഈ സദ്യയൊക്കെ ഞങ്ങൾ വരുന്നത് പ്രമാണിച്ച് ഉണ്ടാക്കിയതാണോ? അതൊരു കാരണമാണ്. പിന്നെ വിശേഷം എന്താണെന്ന് വെച്ചാ നമ്മുടെ അനഘയ്ക്കൊരു കല്യാണാലോചന. അത് കൊള്ളാലോ. എവിടുന്ന് ആലോചന? ആലോചനയുമായി വീട്ടുകാരൊന്നും ഇതുവരെ എത്തിയിട്ടില്ല. ഇവളെ പ്രേമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആഹാ, പ്രേമോ ഇവക്കോ? ഇവളെ കണ്ട അങ്ങനെയൊന്നും ഉള്ളതായി തോന്നുകയില്ല. എടി കള്ളി, നീ ആള് കൊള്ളാലോ. ഇന്ന ഇവളുടെ കള്ളം ഞങ്ങളും കണ്ടുപിടിച്ചത്. ആഹാ, എല്ലാം കൊണ്ട് ഇന്ന് നല്ലൊരു സന്തോഷമുള്ള ദിവസമാണ്. ഈ സദ്യയും കൂടി ആയപ്പോ അടിപൊളി. കൊള്ളാം. ഇപ്പൊ എല്ലാരും അടിപൊളി എന്നൊക്കെ പറയും. ഞാൻ അനുഭവിച്ച ടെൻഷൻ അത് സാരമില്ല. പ്രേമിക്കുന്നവർക്കിടയിൽ എപ്പോഴും ഇതുപോലെ ടെൻഷൻ അടിക്കാനായിട്ടേ ചില ഹംസങ്ങൾ ഉണ്ടാവും. എല്ലാം പ്ലാൻ ചെയ്തത് നീയല്ലേ? രണ്ടുപേരും കൂടി ഇതുപോലെ അടുത്ത പദ്ധതി എങ്ങാനും പ്ലാൻ ചെയ്യുവാണോ? ഇനി ഒരു പ്ലാനിങ്ങിന് ഞാനില്ല. ഇവളുടെ കാര്യം ഇനി ഇവള് നോക്കിക്കോളും. അതെ, അടുത്ത ദിവസം തന്നെ പെണ്ണ് കാണലുണ്ടാവും. ആഹാ, ധനുഷ എന്തായി? അവരെ വിളിച്ച് നീ കാര്യം പറഞ്ഞോ? ഞാൻ ഹരീഷിനെ വിളിച്ച് സംസാരിച്ചു. അവരോട് റിസോർട്ടിലേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നെല്ലിശ്ശേരിയിൽ ഇനി ഒന്നിന് പിന്നാലെ ഒന്നായി മംഗല്യങ്ങളുടെ ഘോഷയാത്രയാ. ദൈവം സഹായിച്ചെല്ലാം ഭംഗിയായിട്ട് നടന്നാ മതി. ഹോ, ഏതായാലും അവന്തിക പോയതോടെ ഈ വീടിന് പുതിയൊരു വെളിച്ചം വന്നിട്ടുണ്ട്. ഇനി അത് നന്ദന്റെ ജീവിതത്തോടെ വേണം. അത് ശരിയാ. നന്ദേട്ടന്റെ സന്ധ്യച്ചിരയും കല്യാണം ആദ്യം, അത് കഴിഞ്ഞ അന്നഗയുടെ ഹരീഷിന്റെ. പക്ഷെ അതിനു മുമ്പ് നടത്തേണ്ട വേറൊരു കാര്യമുണ്ട്. അതെന്താ കാര്യം? വേറെ ആരുടെയും കല്യാണം നടക്കാനില്ലല്ലോ. വേറെ ആരുടെ കല്യാണമൊന്നും നടക്കാനില്ല. പക്ഷേ അഴിച്ചു വെച്ചൊരു താലി വീണ്ടും കെട്ടിക്കൊടുക്കാനുണ്ട്. ഓ, ആശുപത്രിയിൽ വെച്ച് അർച്ചനയുടെ കഴുത്തിൽ നിന്ന് അഴിച്ചു മാറ്റിയ താലി പെരുവണ്ണാപുരത്ത് അപ്പന്റെ മുമ്പിൽ വെച്ച് കെട്ടിക്കൊടുക്കാന്ന് നേർച്ച പറഞ്ഞല്ലേ? അതെ. അത് ശരിയാ. ഏറ്റവും ആദ്യം നടത്തേണ്ടത് അതാ. ഇന്നലെ ഞങ്ങൾ അതിനുവേണ്ടി ക്ഷേത്രം വരെ പോയി. പക്ഷെ ക്ഷേത്രം അടച്ചുകൊണ്ട് അത് നടന്നില്ല. ഇതിനൊക്കെ പോകുമ്പോ സമയത്തിനും കാലത്തിനും ഒക്കെ ഇറങ്ങണ്ടേ സച്ചി? അതെ. അങ്ങനെ പറഞ്ഞു കൊടുക്കും ഈരടുത്തി. ഇവിടെ ഒരാളെ അമ്പലം അടയ്ക്കാൻ തുടങ്ങുമ്പോഴാ ഇവിടെ ഇറങ്ങിയത് തന്നെ. പിന്നെ വഴി നീളെ ഫോൺ വിളിയും. അർച്ചന,
അത് ഇന്നലെ നടക്കാതിരുന്നത് നല്ലതിനാ. ഇനി ആ ചടങ്ങ് നടക്കുമ്പോ ഞങ്ങൾക്കും കൂടി വരാല്ലോ. അത് ശരിയാ. എന്നാ പിന്നെ അത് അതേ നടക്കട്ടെ. ബാക്കിയൊക്കെ അത് കഴിഞ്ഞിട്ട് മതി. അങ്ങനെയാണെങ്കിലേ നമ്മുടെ കുഞ്ഞിന്റെ നൂലുകെട്ടും കൂടെ പെരുവണ്ണാപുരത്ത് വെച്ച് നടത്തിയാലോ? സാധാരണ നൂലുകെട്ട് അമ്പലത്തിൽ വെച്ച് നടത്താറുണ്ടോ? ചോറ് കൊടുക്കുന്ന മാത്രമല്ലേ നടത്താറുള്ളൂ? അല്ല, ഇൻക്യുബേറ്റർ ഇരുന്നോണ്ട് 28 ദിവസം കഴിഞ്ഞു പോയല്ലോ. അതുകൊണ്ട് ഇനിയും എവിടെ വെച്ചോണേലും നടത്താം. ആ, ഞാനൊന്നും പറയുന്നില്ല. എല്ലാം സേതുവേട്ടന് ഇഷ്ടം അനുസരിച്ച് നടക്കട്ടെ. ഓഹോ, ഇപ്പൊ അങ്ങനെ ആയോ? എന്തായിരുന്നു അംഗം? ഇവിടെ വന്നപ്പോ മല പോലെ വന്നത് എലി പോലെയായി. ഇപ്പൊ അങ്കിള് പറയുന്ന വേദവാക്യം. അമ്മയുടെ സ്വഭാവം അനുപേട്ടൻ അറിയില്ലേ? ആദ്യമൊക്കെ ബഹളം വെക്കും. അത് കഴിഞ്ഞ് ഇവിടെ വന്ന സേതുവെങ്കില് പറയുമ്പോ അതങ്ങോട്ട് അംഗീകരിക്കും. സേതുവേട്ടൻ അങ്ങനെയൊക്കെ പറയുമ്പോ നമുക്ക് പിന്നെ എതിർത്ത് പറയാൻ പറ്റുമോ? അതിനെനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. അയ്യോ, അതൊന്നും വേണ്ട. എന്നാ പിന്നെ നമുക്ക് വേറൊരു കാര്യം കൂടി തീരുമാനിക്കാം. ഉടൻ തന്നെ ഒരു മുഹൂർത്തം നിശ്ചയിച്ച് ഇവിടെ വെച്ച് തന്നെ കുഞ്ഞിന്റെ നൂലുകെട്ട് നടത്തുന്നു. അത് കഴിഞ്ഞ് അന്ന് തന്നെ പെരുവണ്ണാപുരത്ത് അപ്പന്റെ മുൻപിൽ സച്ചി അർച്ചനയുടെ കഴുത്തിൽ ആ താലി അങ്ങ് കെട്ടിക്കൊടുക്കും. അത് കൊള്ളാം. എന്താ, സമ്മതിച്ചോ? എനിക്കെന്തായാലും സമ്മതം. ഞങ്ങൾക്കും സമ്മതക്കുറവൊന്നുമില്ല അല്ലേ സച്ചേട്ടാ? ഞാൻ ഇപ്പൊ ആണെങ്കിലും റെഡിയാ. ഇവരുടെ താലികെട്ട് മിക്കവാറും വൈറലാകും. അല്ല, സകല വ്ലോഗർമാരും കണ്ടന്റ് നോക്കി നടക്കുക. ഇതറിഞ്ഞ് അവരെ ഓടിയെത്തും. ഇന്നത്തെ സദ്യക്ക് ഒരു ഇരട്ടി മധുരമുണ്ട് അല്ലേ കമലേ? അതെ അതെ. ആ മോളെ, നീ ആ പായസം കുറച്ചിങ്ങോട്ട് ഒഴിച്ച്. അതെ, അമ്മയ്ക്ക് അധികം കൊടുക്കണ്ട, ഷുഗർ ഉള്ളതാ. അയ്യാ പൊടി, എനിക്ക് ഒരു കുഴപ്പമില്ല. നീ ഇങ്ങോട്ട് ഒഴിക്കും മോളെ.